അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തിയുമായി ബന്ധപ്പെട്ട് തന്നെ അവരോട് യോജിച്ചു പോകുന്ന രീതിയിലുള്ള നിലപാടാണ് നിലവിൽ നരേന്ദ്രമോദി സ്വീകരിച്ചിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ പോലും ഈ ഒരു യുദ്ധത്തെ തള്ളിപ്പറയാനോ അതിനെ അപലപിക്കാൻ പോലും ഇന്ത്യ തയ്യാറായിട്ടില്ല, നരേന്ദ്രമോദി തയ്യാറായിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആ സമയത്താണ് UAE പ്രസിഡന്റിനെ വിളിക്കുന്നു, സൗദി കിരീടാവകാശിയെ വിളിക്കുന്നു. ഈ രണ്ട് സ്ഥലങ്ങളും നമുക്കറിയാം ഇറാന്റെ തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളാണ്. അമേരിക്കയ്ക്കെതിരെ ഇറാൻ നടത്തുന്ന തിരിച്ചടികൾ ബാധകമാകുന്നത് ഈ പ്രദേശങ്ങൾക്ക് കൂടിയാണ്. സൗദി അടക്കമുള്ള UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾക്കാണ്. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി വിളിച്ചു സംസാരിക്കുന്നത് ഈ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട പ്രധാനമന്ത്രിയെയും കിരീടാവകാശിയെയും ഒക്കെയാണ്. മറുഭാഗത്ത് ഇസ്രയേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവിനെയും വിളിച്ച് സംസാരിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്, ഇന്ത്യയുടെ നിലപാടും വ്യക്തമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സൗഹൃദ രാഷ്ട്രമാണ്. ദീർഘകാലത്തെ സൗഹൃദമാണ് ഇറാനുമായി ഇന്ത്യക്കുള്ളത്. പക്ഷേ ഇറാൻ്റെ മേൽ ഇത്തരത്തിൽ ഒരു ആക്രമണം ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി നടത്തിയിട്ടും അവരുടെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തിയിട്ടും അതിലൊരു പ്രതികരണം നടത്താനായിട്ട് ഇന്ത്യ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെയധികം അപലപനീയമായിട്ടുള്ളൊരു കാര്യമാണ്. ആയത്തുള്ള ഖമനേയിയുടെ കൊലപാതകത്തിനെ അപലപിക്കാൻ ഇന്ത്യ ഇതുവരെ തയ്യാറായിട്ടില്ല. മോദിയുടെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ ഭാഗത്തു നിന്ന് ഇതുവരെ അത്തരത്തിലൊരു പ്രസ്താവന വന്നിട്ടില്ല. ഇന്നലെ കോൺഗ്രസും CPM അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളെല്ലാം അതിനെതിരെ വിമർശിച്ചിരുന്നു. കാരണം ഇറാനുമായിട്ടുള്ള ഒരു നയതന്ത്ര ബന്ധത്തിൽ കാലാകാലങ്ങളായി ഇന്ത്യ സൂക്ഷിച്ചു പോരുന്ന നയതന്ത്ര ബന്ധത്തിൽ സമീപകാലത്തില്ലാത്ത വിധത്തിലുള്ള ഒരു വിള്ളലാണ്, അല്ലെങ്കിൽ വളരെ തണുപ്പൻ പ്രസ്താവന മാത്രമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പോലും ഈ സംഘർഷം നിരീക്ഷിക്കുകയാണ് എന്നും അതിനെ അപലപിക്കുകയാണ് എന്നും മാത്രമാണ് പറഞ്ഞിരുന്നത്. മറിച്ച് ഇറാനുമേൽ അമേരിക്കയും ഇസ്രയേലും നടത്തിയ ഈ ആക്രമണത്തെ, ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് മേൽ കടന്നു കയറി നടത്തിയ ആക്രമണത്തെ ഇന്ത്യ ഒരു രാഷ്ട്രമെന്ന നിലയിൽ അപലപിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായില്ല എന്നുള്ളത് വസ്തുതയാണ്. പ്രത്യേകിച്ചും ഈ ഒരു സംഘർഷം എന്ന് പറയുന്നത് കോടിക്കണക്കിന് ഇന്ത്യക്കാർ ഉപജീവനം നടത്തി താമസിച്ചു പോരുന്ന ഗൾഫ് രാജ്യങ്ങളെ വളരെ പ്രതികൂലമായിട്ടാണ് ബാധിച്ചിരിക്കുന്നത്. ഒരുപാട് ഇന്ത്യക്കാർ പലയിടങ്ങളിലായി കുടുങ്ങിക്കിടക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ 100ഓളം ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുകയാണ്. വ്യോമഗതാഗതം പൂർണ്ണമായും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വ്യോമപാത അടച്ചിരിക്കുകയാണ്. വ്യോമഗതാഗതം പ്രതിസന്ധിയിലാണ്. പല ഇന്ത്യക്കാരും ദോഹയിലും UAEയിലും ഒക്കെയായി 100ഓളം ഇന്ത്യക്കാരാണ് കുടുങ്ങിക്കിടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യക്കാരെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിൽ ഇറാനുമേൽ നടത്തിയ ഒരു ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചിട്ടില്ല. വളരെ തണുത്ത ഒരു പ്രതികരണം മാത്രമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇന്നലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തെ ഇത്തരത്തിലൊരു കലുഷിതമായിട്ടുള്ളൊരു സംഘർഷ അവസ്ഥ നിലനിൽക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്നലെ 2 ദിവസത്തെ സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ഗുജറാത്തിലുമൊക്കെ സന്ദർശനം നടത്തുകയായിരുന്നു. അതിനുശേഷം ഇന്നലെ രാത്രിയോടെയാണ് പ്രധാനമന്ത്രി ദില്ലിയിൽ തിരിച്ചെത്തിയത്. ഒരു 10 മണിയോടെയാണ് അതീവ പ്രാധാന്യമുള്ള ഒരു ക്യാബിനറ്റ് കമ്മിറ്റി യോഗം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നലെ വിളിച്ചു ചേർത്തത്. ഗൾഫ് രാജ്യങ്ങളിലെ സുരക്ഷ വിലയിരുത്തുന്നതിന് വേണ്ടിയായിരുന്നു യോഗം വിളിച്ചു ചേർത്തത്. പ്രത്യേകിച്ച് ഈ പശ്ചിമേഷ്യയിലെ സാഹചര്യം വഷളാകുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇന്ത്യ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയായിരുന്നു ഇന്നലെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ രാത്രി 10:30 ഒരു യോഗം വിളിച്ചു ചേർത്തത്. വിദേശകാര്യമന്ത്രി S ജയശങ്കർ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, അതുപോലെ തന്നെ ദേശീയ ഉപദേഷ്ടാവ് അജിത് ദോവൽ തുടങ്ങിയിട്ടുള്ളവരെല്ലാം ഇന്നലത്തെ യോഗത്തിൽ പങ്കെടുത്തു. പക്ഷേ യോഗത്തിൻ്റെ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതിനുശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുമായിട്ട് ഒരു ടെലിഫോൺ സംഭാഷണം നടത്തിയത്. ഇന്ത്യയുടെ ആശങ്കകൾ അറിയിച്ചുവെന്നും ഈ ആക്രമണം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ പൗരന്മാരുടെ കാര്യമാണ് ഏറ്റവും കൂടുതൽ
മുൻഗണന നൽകുന്നത് എന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. പക്ഷേ യോഗത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ച് സംസാരിച്ചു എന്ന് നരേന്ദ്രമോദി പറയുന്നുണ്ടോ എങ്കിൽ പോലും ഇന്നലെ വിളിച്ചു ചേർന്ന ക്യാബിനറ്റ് യോഗത്തിൽ എന്തൊക്കെയാണ് നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തത് എന്നുള്ള വിശദാംശങ്ങൾ ഇതുവരെ ഇന്ത്യ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് സാഹചര്യത്തെ ഇന്നലത്തെ യോഗം ഇപ്പോഴുള്ള പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളെ വിലയിരുത്തിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരുമായിട്ട് വിദേശകാര്യ മന്ത്രാലയം ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവരോട് ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. സാഹചര്യം കൂടുതൽ വഷളാകുകയാണെങ്കിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു രക്ഷാ ദൗത്യത്തിന് രാജ്യം തയ്യാറെടുക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ എങ്ങനെയായിരിക്കും ഈ രക്ഷാ ദൗത്യം നടത്തുക എന്ന കാര്യത്തിൽ വലിയ ഒരു സങ്കീർണതകളുണ്ട്. കാരണം പ്രത്യേകിച്ചും ഈ വ്യോമഗതാഗതം ഈ പശ്ചിമേഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള പാത അടച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വ്യോമഗതാഗതം വലിയ പ്രതിസന്ധിയിലാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഒരു രക്ഷാദൗത്യം നടത്തുക എന്ന കാര്യത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇസ്രായേലിലെയും ഇറാനിലെയും കാര്യം പറയുകയാണെങ്കിൽ ഇസ്രായേലിൽ 40,000-ഓളം ഇന്ത്യൻ പൗരന്മാരാണ് ഇസ്രായേലിലുള്ളത്. ഇറാനിലാണെങ്കിൽ 10,000-ഓളം വരുന്ന ഇന്ത്യൻ പൗരന്മാർ ഇറാനിലുണ്ട്. അതിൽ കൂടുതലും കശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഇറാനിലുള്ളത്. അപ്പോൾ ഇവരെ എങ്ങനെ ഇന്ത്യയിലേക്ക് എത്തിക്കും എന്നുള്ളതിൽ വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ജോർദാൻ, ഈജിപ്ത് തുടങ്ങിയിട്ടുള്ള അയൽ രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ പൗരന്മാരെ എത്തിച്ചുകൊണ്ട് അവിടെ നിന്ന് ഒരു രക്ഷാദൗത്യം നടപ്പിലാക്കാനായിരിക്കും ചിലപ്പോൾ ഇന്ത്യ തീരുമാനമെടുക്കുക. അപ്പോൾ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു രക്ഷാദൗത്യമാണ് ഇന്ത്യയുടെ മുൻപിലുള്ളത്. അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ ഇപ്പോൾ ഇനിയും ചർച്ചകൾ നടത്തി അതിലൊരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. ഇന്ത്യ എന്തായാലും ഈ സാഹചര്യങ്ങൾ വിലയിരുത്തി വരികയാണ് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതേസമയം തന്നെയാണ് ഈ ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുൽ ഖമേനിയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇന്നലെ നടന്നത്. ദില്ലിയിലെ ജന്തർ മന്ദിറിൽ ഓൾ ഇന്ത്യ ഷിയ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം നടന്നു. അതുപോലെ തന്നെ ലക്നൌവിലും ജമ്മു കശ്മീരിലും വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് നടന്നത്. പ്രത്യേകിച്ച് ജമ്മു കശ്മീരിൽ ഷിയ മുസ്ലിങ്ങൾ ഒരുപാട് താമസിക്കുന്ന ജമ്മു കശ്മീരിൻ്റെ പല ഭാഗങ്ങളിലും ലാൽ ചൗക്കിലും ശ്രീനഗറിലും ബരാമുല്ലയിലും കാർഗിലിലുമെല്ലാം വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് നടന്നത്. ഈ പ്രതിഷേധങ്ങളിൽ എത്തിയവരെല്ലാം വളരെ വികാരാതീതരായിട്ടായിരുന്നു വന്നിരുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ ഒരു പരമോന്നത നേതാവ് അല്ലെങ്കിൽ അവരുടെ ഒരു നേതാവ്, ഇറാൻ്റെ നേതാവ് എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ആയത്തുൽ ഖമേനി എന്ന് പറയുന്നത് ഷിയ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ആത്മീയാചാര്യൻ, ഒരു മത നേതാവ് കൂടിയാണ്. അത്തരത്തിലൊരാളുടെ വിയോഗം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് താങ്ങാവുന്നതിനപ്പുറമാണ്. അപ്പോൾ അത്തരത്തിലുള്ള വികാരപരമായിട്ടുള്ള ഘടകങ്ങളൊക്കെ ഈ ഷിയ മുസ്ലിങ്ങളുടെ പ്രതിഷേധത്തിലുണ്ടായിരുന്നു. വലിയ 1000-ഓളം വരുന്ന ആളുകളാണ് പല സ്ഥലങ്ങളിലും, ഉത്തരേന്ത്യയുടെ പല സ്ഥലങ്ങളിലും ഈ ആയത്തുൽ ഖമേനിയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് തെരുവിലിറങ്ങിയത്. അവരെല്ലാം അമേരിക്ക തുലയട്ടെ, അമേരിക്കയുടെ സാമ്രാജ്യത്വം തുലയട്ടെ എന്ന് പറയുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രതിഷേധിച്ചിരുന്നത്. ഇന്നലെ തന്നെ പാകിസ്ഥാനിലെ കറാച്ചിയിൽ US കോൺസുലേറ്റിനെതിരെ വലിയ പ്രതിഷേധം ഇത്തരത്തിലുണ്ടായി. ആയത്തുൽ ഖമേനിയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് വലിയൊരു പ്രതിഷേധമുണ്ടായി. അത് 7ഓളം വരുന്ന ആളുകളുടെ മരണത്തിലേക്ക് കാരണമായി. അപ്പോൾ അത്തരത്തിൽ ഉത്തരേന്ത്യയിലും ദില്ലിയിലും കശ്മീരിലുമെല്ലാം വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഈ അമേരിക്കൻ ആക്രമണത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്.